ആരെങ്കിലും ഒരു നല്ല നാട്ടിൽ വരുത്തിയാൽ മജ്ലിസുൻ നൂർ തുടങ്ങി വെച്ചു, ഹദ്ദാദ് റാത്തീബ് തുടങ്ങി വെച്ചു, പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് അദ്കാറുകൾ തുടങ്ങി വെച്ചു, അല്ലെങ്കിൽ ഒരു നസീഹത്ത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇൽമ പറഞ്ഞു കൊടുത്താൽ, ഇൽമ കേട്ട് കഴിഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മക്കളിലെ 4 അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദുമാർക്കൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ പുരുഷന്മാർക്ക് ഒരു ചെറിയ നസീഹത്ത്, എല്ലാ ദിവസവും ഒരായത്തോ ഒരു ഹദീസോ ഒരു ചരിത്രമോ പഠിക്കുന്ന അവസരം. അസ്ർ കഴിഞ്ഞാലും അങ്ങനെയാണ്. അസ്ർ കഴിഞ്ഞ് മഗ്രിബിനിടയിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ചെറിയൊരു നസീഹത്ത് പറ്റുമെങ്കിൽ അതൊക്കെ വളരെ കൂലിയുള്ള വിഷയങ്ങളാണ്. നല്ല കാര്യങ്ങൾ ആര് തുടങ്ങി വെക്കുന്നോ അവർക്ക്, ആരൊക്കെ അതിനെ തുടർന്ന് വരുന്നുണ്ടോ അവരുടെയും കൂലി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.